അല്ല പറയുന്നു അദ്ദുനിയാ മസ്റഅത്തുൽ ലില്ലാഹിറ. എടോ മനുഷ്യ, നീ സ്വസ്ഥമായിട്ട് തിന്ന് രസിച്ച് ഭുജിച്ച് നടക്കുവാനുള്ളതല്ല ഈ ഭൂമി. മറിച്ച് ദുനിയാ മസ്റഅത്തുൽ ലില്ലാഹിറ, ആഖിറത്തിന് വേണ്ടിയുള്ള കൃഷിപ്പാടമാണ് ഈ വർണ്ണപ്രപഞ്ചം. ഈ വർണ്ണപ്രപഞ്ചത്തിൽ അഅ്മാല് സ്വാലിഹാത്താകുന്ന കൃഷി ഇറക്കണം. ഇവിടെയല്ല മുമ്പിനെ നാം വിളവ് കൊയ്യേണ്ടത്. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്, ഞാൻ സദഖ കൊടുക്കുന്നുണ്ട്, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയേണ്ടതില്ല. ഇവിടെ ഇറക്കുന്ന കൃഷിയുടെ മുഴുവൻ വിളവ് നൽകുന്നത് നാളെ പരലോകത്ത് പടച്ചവനാണ്. അദ്ദുനിയാ മസ്റഅത്തുൽ ലില്ലാഹിറ. ഓ മനുഷ്യ, ആഖിറത്തിലേക്കുള്ള കൃഷിപ്പാടമാണോ ഈ ദുനിയാവ്? ഈ വർണ്ണപ്രപഞ്ചത്തിൽ അഅ്മാലു സ്വാലിഹാത്താകുന്ന കൃഷി നിങ്ങൾ ചെയ്യുക. അല്ലാഹു പറയുന്നു ഫമയ്യഅ്മൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ. നിങ്ങൾ ഒരു അണുവളവ് നന്മ ചെയ്താൽ അതിന്റെ കൂലി നാളെ പടച്ചവൻ തരുന്നതാണ്. പടപ്പുകളല്ല നിങ്ങൾക്ക് കൂലി തരേണ്ടത്, മറിച്ച് രാജാതിരാജരായ പടച്ചവനാണ് നിങ്ങൾക്ക് കൂലി നൽകേണ്ടത്. അതുകൊണ്ട് നന്മ ചെയ്യുന്നവരാരുണ്ടോ അല്ലാഹുവിന്റെ കൂലിയെ പ്രതീക്ഷിച്ചുകൊള്ളോ. ആരൊരു അണുവളവ് തിന്മ ചെയ്യുന്നുവോ അതിന്റെ ശിക്ഷ തരുന്നതോ രാജാതിരാജനായ അല്ലാഹുവാണ് മുഅ്മിനേ. അതുകൊണ്ട് നന്മ ചെയ്യുന്നവർ പ്രതിഫലത്തെ കാംക്ഷിക്കട്ടെ, തിന്മ ചെയ്യുന്നവർ ശിക്ഷയെ പ്രതീക്ഷിക്കട്ടെ എന്ന് പടച്ചവൻ പറയുമ്പോ, എന്റെ മുഅ്മിനീങ്ങളെ, നല്ല കാര്യങ്ങൾ ഈ വർണ്ണപ്രപഞ്ചത്തിൽ ചെയ്താൽ തീർച്ചയായും നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുമ്പോ, ആഖിറത്തിലേക്ക് പോകുമ്പോ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു തുറന്നു തരും. എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആഖിറത്തേക്കൊരു മുഅ്മിനിങ്ങനെ പോകുമ്പോൾ അവന്റെ ഇടയിൽ മാർഗ തടസ്സം സൃഷ്ടിക്കുന്ന രണ്ട് വസ്തുക്കളുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. ആ കാതലായ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. പടച്ചവൻ പറയുകയാണ്, ഓ വിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും, നിങ്ങളുടെ സമ്പത്തുകള് നിങ്ങളെ ജോലിയാക്കാതിരിക്കട്ടെ, നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. വലാ ഔലാദുകും, നിങ്ങളുടെ മക്കളും നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ സ്മരണയെയും വിട്ട് നിങ്ങളെ മാറ്റാതിരിക്കട്ടെ എന്ന് പടച്ചവൻ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഅ്മാലു സ്വാലിഹാത്തിന് കഴിവ് നൽകി. നാം നിസ്കരിക്കുന്നു, നാം നോമ്പനുഷ്ഠിക്കുന്നു, നാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. ഇതുമായി ആഖിറത്തിലേക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു പോകാൻ നാം തുനിയുമ്പോൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രണ്ട് സാധനങ്ങൾ, അത് സമ്പത്തും മക്കളുമാണെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ സമ്പത്തും മക്കളും വേണ്ടേ? വേണ്ടെന്നല്ല, വളരെ സൂക്ഷ്മതയോടെ നാം കൈകാര്യം ചെയ്യേണ്ട കേസാണിത്. നമ്മുടെ അമലുകളുടെ ഇടയിൽ നമ്മുടെ നിസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളുമായി തുടർന്നു പോകാൻ തടസ്സം നിൽക്കുന്ന രണ്ട് സാധനങ്ങൾ. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് നാശമാണെന്ന് വിശുദ്ധ ഖുർആൻ. മറ്റൊരു തഫ്സീറിൽ ഒരു പരിശോധനയാണെന്നുമുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, പിന്നെ എന്തിനാണ് അല്ലാഹു ഈ സമ്പത്തിനെ ലോകത്ത് പടച്ചത്? എന്തിനാണ് ഈ മക്കളെ ലോകത്ത് പടച്ചവൻ പടച്ചത്? അല്ല പറയുന്നു, വൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ഈ വർണ്ണപ്രപഞ്ചത്തെ മോടി പിടിപ്പിക്കാൻ, ഈ വർണ്ണപ്രപഞ്ചത്തെ ഒന്ന് രസകരമാക്കാൻ വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കളാണ് സമ്പത്തും മക്കളുമെന്ന് വിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. അല്ലാഹു പഠിപ്പിക്കുകയാണ്.
നാം ചിന്തിക്കുക സഹോദരന്മാർ, ഇവിടെ ഒന്നാമതായി അള്ളാഹു എണ്ണിയത് സമ്പത്തിനെ കുറിച്ചാണ്. ഈ സമ്പത്തിന്റെ പേരിൽ ഒരുപാട് പേര് നശിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് നന്നായിട്ടുണ്ട്. മഹാനായ ഹാറൂൺ റഷീദ് ചക്രവർത്തി രാജാവായിരുന്നു. അദ്ദേഹം ഒരു ദിവസം തന്റെ ഭൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവരണം. അങ്ങനെ ഭൃത്യൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു. രാജാവ് അത് കുടിക്കാൻ വേണ്ടി ചുണ്ടോട് ചേർത്ത് വയ്ക്കുമ്പോ ഭൃത്യൻ പറഞ്ഞു, അല്ല രാജാവേ, നിങ്ങൾ ഈ വെള്ളം കുടിക്കരുത്. ഭൃത്യൻ ഇങ്ങനെ പറഞ്ഞപ്പോ രാജാവ് അത്ഭുതപ്പെട്ടു. വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വെള്ളം കൊണ്ടുവന്നു. കുടിക്കാൻ പോകുമ്പോൾ ഇനി കുടിക്കാൻ പാടില്ല. രാജാവ് ചോദിച്ചു, അതെന്താണ് നിങ്ങൾ കുടിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം? രാജാവേ, നിങ്ങൾക്ക് ഈ വെള്ളം നിങ്ങളുടെ രാഷ്ട്രത്തിൽ എങ്ങും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? രാജാവ് പറഞ്ഞു, അത് ഞാൻ പുറം നാടുകളിൽ നിന്ന് വെള്ളം വരുത്തും. ഈ നാട്ടിൽ എങ്ങും വെള്ളം കുടിക്കാനില്ലെങ്കിലോ? രാജാവിന് മറുപടിയില്ല. രാജാവ് വെള്ളം കുടിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല രാജാവേ, നിങ്ങൾ ഈ കുടിച്ച ഒരു ഗ്ലാസ് വെള്ളം അത് മൂത്രമായി പോകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ വൈദ്യന്മാരെ വിളിക്കും. അപ്പൊ നിങ്ങൾ ഓരോ പ്രാവശ്യം വെള്ളം കുടിക്കുമ്പോഴും ഓരോ പ്രാവശ്യം അത് മൂത്രമായി പോകുന്നതിന് നിങ്ങൾ വൈദ്യന്മാരെ വിളിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ നിങ്ങൾ വൈദ്യന്മാരെ വിളിച്ച് നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ചോരുമല്ലോ. എല്ലാം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഹാറൂൺ റഷീദ് ചക്രവർത്തി അത്ഭുതപ്പെട്ടു പോയി. ഒരു ഗ്ലാസ് വെള്ളത്തിനും അത് മൂത്രമായി പോകുന്നതിനും നമ്മുടെ സമ്പത്ത് മുഴുക്കുന്നില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കണം. സമ്പത്തിന്റെ പേരിൽ അഹന്ത നടിക്കുന്നവരുണ്ടെങ്കിൽ, സമ്പത്തിന്റെ പേരിൽ പെരുപ്പം പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കട്ടെ. അല്ലാഹു നൽകിയ സമ്പത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിനും അത് മൂത്രമായി പോകുന്നതിനും മുഴുക്കുന്നില്ല. നിങ്ങളിപ്പോൾ ആഹാരം കഴിച്ചു, അത് മലമായി പോകുന്നു. വെള്ളം കുടിച്ചു, അത് മൂത്രമായി പോകുന്നു. നിങ്ങൾ കഴിക്കുന്നതൊക്കെ കെട്ടിക്കിടക്കുകയാണ്. മലം പോവാതെയും മൂത്രം പോവാതെയും വന്നവർക്കറിയാം അതിന്റെ പാട്. ട്യൂബൊക്കെ ഇട്ട് മൂത്രം പോകുമ്പോൾ എന്തൊരു ആശ്വാസമാണ്. ഈ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. എന്റെ സഹോദരന്മാർ ചിന്തിക്കണപ്പോൾ അള്ളാഹു നൽകിയ സമ്പത്ത്, ഈ സമ്പത്ത് എന്തിനാണ് നമുക്ക് തികയുന്നത്? മഹാനായ കഅബ് ഇബ്നു ഇയാദ് പറയുകയാണ്, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽ മാൽ. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഓരോ സമുദായങ്ങൾക്കും നാശമുണ്ട്. മുൻകാലങ്ങളിലുള്ള പല സമൂഹങ്ങളും ലോകത്ത് നശിച്ചു. ആദ് സമൂദ് ഗോത്രങ്ങളൊക്കെ ഈ ലോകത്ത് നശിച്ച് നാമാവിശേഷമായി പോയി. അവരുടെ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും കിബറിന്റെയും പേരിൽ ഈ ലോകത്തെ മുഴുവൻ പിടിച്ചടക്കാൻ കരുത്തുള്ളവര് അല്ലദീന ജാബുസ്സഖ്റ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അവരെ പോലത്തവരെ ഈ ലോകത്ത് പടച്ചിട്ടില്ല എന്ന് അല്ലാഹു തന്നെ സമ്മതിക്കുമ്പോ അത്ര ആരോഗ്യവാന്മാര്, കരുത്തുള്ളവര്, അവരൊക്കെ നശിച്ചുപോയി ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പേരിൽ. എന്നാൽ അല്ലാഹു പറയുന്ന മുൻഗാമികൾ ഇത്തരത്തിൽ നശിച്ചെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫിത്നതു ഉമ്മത്തി അൽ മാൽ. എന്റെ സമൂഹത്തിന്റെ നാശം സമ്പത്താണ്. സമ്പത്തിന്റെ വേലി, സമ്പത്തിന്റെ കൂടുതൽ എന്റെ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് എന്റെ സമൂഹത്തിന്റെ നാശം തുടങ്ങുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകന്റെ വാക്ക് അക്ഷരാർത്ഥത്തിൽ ഇന്ന് പുലരുകയാണ്. ഇന്നലെ വരെ എന്റെ സഹോദരന്മാരെ സാമ്പത്തികമായി താഴേക്കിടയിൽ ജീവിച്ചവർ, സാമ്പത്തികമായി ഒന്നുമില്ലാതിരുന്നവർ, പെട്ടെന്ന് സമ്പത്ത് വരുമ്പോൾ അവര് സർവ്വതിനെയും മറക്കുകയാണ്. അല്ലേ? ഇതൊക്കെ ഖിയാമത്തിന്റെ ലക്ഷണമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇന്നലെ വരെ സാമ്പത്തികമായി ഒന്നുമില്ലാതിരുന്നവർ ഇന്ന് സമ്പത്ത് കയ്യിലേക്ക് കടന്നു വരുമ്പോ അവര് പടച്ചവനെ മറന്നു പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്,
ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞു തരൂ നബിയേ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഖിയാമത്ത് എന്നാണെന്ന് ചോദിച്ചു. ഖിയാമത്ത് എന്നാണ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞില്ല. എന്നിട്ട് ചോദിച്ചു, അല്ലയോ നബിയേ, അതിന്റെ അടയാളങ്ങളൊന്ന് പറഞ്ഞു തരാമോ? മഹാനായ പ്രവാചകൻ പറഞ്ഞു, അന്തലിതല്ലവത്തു റബ്ബതഹാ വഅന്തറൽ ഹുഫാത്തൽ ഉറാത്തൽ ലാലതരിയാ അശാഇ യതതാവലൂന ഫിൽ ബുൻയാൻ. നബിയേ, അന്തലിതല്ലവത്തു റബ്ബതഹാ, ഒരടിമപ്പെണ്ണ് അവളുടെ സയ്യിദിന്റെ കുട്ടിയെ പ്രസവിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കടകവിരുദ്ധമാകുന്ന കാലമാണ്. യാ റസൂലല്ലാഹ്, വീട് ഭരിക്കേണ്ടത് പുരുഷനാണെങ്കിൽ, വീട് ഭരിക്കേണ്ടത് ആണാണെങ്കിൽ, ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഭരണം പോയിട്ട് പെണ്ണുങ്ങൾ ഭരണം കയ്യാളുന്ന കാലം വന്നാൽ അത് ഖിയാമത്തിന്റെ ലക്ഷണം തന്നെ. കാര്യങ്ങൾ കടകവിരുദ്ധമായി പോകുമ്പോ, വീട്ടിൽ വാപ്പായും ഉമ്മായും ജീവിച്ചിരിക്കുമ്പോ വാപ്പയുടെയും ഉമ്മയുടെയും അഭിപ്രായത്തിന് വില കൽപ്പിക്കാതെ സ്വന്തം അഭിപ്രായത്തിനൊരു മകൻ നീങ്ങുന്ന കാലം വന്നാൽ അന്തലുതല്ലവത്തു റബ്ബതാ, കാര്യങ്ങൾ കടകവിരുദ്ധമാകുന്ന കാലം. നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് മുൻകാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കക്കൂസി പോകണമെങ്കിൽ പുരയ്ക്കകത്ത് നിൽക്കുന്നവർ പെട്ടെന്ന് ഓടും പറമ്പിലേക്ക്, അല്ലേ? ഇന്ന് പറമ്പിൽ നിൽക്കുന്നവർ ഓട് പെരയ്ക്കകത്തേക്ക് കക്കൂസി പോകാൻ പറ്റും. കാര്യങ്ങൾ കടകവിരുദ്ധമാവുകയാണ്. അതുപോലെ തന്നെ പണ്ടൊക്കെ ചൂട് വരുമ്പോൾ ജനലെല്ലാം തുറന്നിടും. ഇപ്പോഴോ എല്ലാ ജനലും അടയ്ക്കും, AC ഇടാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും തലതിരിയുകയാണ്. തലതിരിഞ്ഞ ലോകത്തേക്കാട് മനുഷ്യന്റെ ഇന്നത്തെ ജീവിതം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അന്തലിതല്ലമത്തു റബ്ബതഹാ, കാര്യങ്ങൾ കടകവിരുദ്ധമാകുന്ന കാലം വന്നാൽ വഅംതറൽ ഹുഫാത്തൽ ഉറാത്തൽ ലാലതരിയാശാ, ചെരുപ്പ് ധരിക്കാൻ നിവൃത്തിയില്ലാതിരുന്നവര്, മുണ്ടുടുക്കാൻ നിവൃത്തിയില്ലാതിരുന്നവര്, ആടിനെ മേയിച്ചുകൊണ്ട് നടന്നവര്, അവരുടെ കാലിൽ നോക്കിയാൽ ചെരുപ്പില്ലാതെ നടന്നതിന്റെ അടയാളം എത്ര തന്നെ സോപ്പിട്ടാല്, എത്ര തന്നെ മരുന്നുപയോഗിച്ചാലും മാറാത്ത അവസ്ഥയിൽ കാണാൻ കഴിയുമെങ്കിൽ ഇന്നലകളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചവര് അംതറൽ ഹുഫാത്തൽ ഉറാത്തൽ ലാലതരിയാ അശാഇ യതതാവലൂന ഫിൽ ബുൻയാൻ, വലിയ വലിയ ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് കിബ്ർ കാണിക്കുന്ന കാലം വന്നാൽ അത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഗതിയില്ലാതിരുന്നവർ പെട്ടെന്നൊരു 10 നിലയ്ക്ക് 2 നിലയ്ക്ക് ഒരു വീട് വെച്ചു. എന്നിട്ടോ പേരിന് വാപ്പായ ഒരു ഹജ്ജിനും വിട്ടു. ഉമ്മായി അപ്പോഴേ വാപ്പാടെ കിബറും കൂടും. വാപ്പ പിന്നെ ഒരു ബനിയനോ കെട്ടൊരു പച്ച ബെൽറ്റോ കെട്ടി കസേരയ്ക്കകത്ത് ഇരുത്തേ കണ്ടു കഴിഞ്ഞാൽ ആകാശം